ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ കറിയാണ് കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ടാ. അതിലേക്ക് വേണ്ടത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കേട്ടാ, നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ്. നല്ല അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പിളർത്തിട്ട് കൊടുക്കട്ടാ. പിന്നെ നമുക്ക് അരപ്പ് വേണം. തേങ്ങ അരച്ചുള്ള മീൻ കറിയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വലിയ ജീരകം, അതേപോലെ തന്നെ മുളക് പൊടി ഇട്ടാ. ഇത് എരില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി റെഡ് ചില്ലിയാണ്. അത് ഇട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് മല്ലിപ്പൊടിയും, വറുത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ, വറുത്ത് പൊടിപ്പിച്ചതാണ്. അതേപോലെ കുറച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ചട്ടിയിൽ കൂട്ടാ. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും, ഇതിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ടാ പാകത്തിന്. എന്നാലും ഉപ്പ് പോരാ, എന്നാലും കുറച്ചെങ്കിലും ഇട്ട് കൊടുക്കേണ്ടി വരും. ഉപ്പൊക്കെ അവരവരെ പാകത്തിന് നോക്കിയിട്ടാ. പിന്നെ പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക. അത് കുരുല്ലാത്ത പുളിയാണ്, കഴിഞ്ഞ വർഷത്തെ പുളിയാണ്. അതാണ് ഈ കറുപ്പ് കളറായിട്ടുള്ളത്. നല്ല അടിപൊളി പുളിയാണ് കേട്ടോ. എനിക്ക് കുറച്ച് പുളിയൊക്കെ വേണം കറിയിൽ, എനിക്കിഷ്ടമാണ്. വല്ലാതെ എരിവ് പാടില്ല, എങ്കിലും പുളി വേണം. ആ പച്ചമുളകിൻ്റെയും ആ മുളക് പൊടിൻ്റെയും എരിവിനെ ധാരാളമായിരിക്കും കേട്ടോ കറിയിൽ. നല്ലതുപോലെ മുരിച്ച് തിളപ്പിക്കുക. നമുക്ക് അരക്കാനുള്ള ഒന്നും തയ്യാറാക്കുക. നേരത്തെ വെച്ചേക്ക് തന്നെ സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ സവാള 2-3-4 പീസാക്കി ഇട്ട് കൊടുത്തിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ അരച്ചിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. നമ്മൾ കറി നോക്കുക. കറി നല്ല തിളച്ച് നല്ല ആവി എടുക്കുന്നുണ്ട്. തീ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ അത്യാവശ്യം എന്താ പറയുക, കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മീനിട്ട് ഒന്നിങ്ങനെ മെല്ലെ അമർത്തിയിട്ട് തിളക്കട്ടെ കേട്ടോ. നല്ല തിള വരട്ടെ. നല്ല 2-3 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ആ മിക്സിയുടെ ജാറിലൊന്ന് വെള്ളം പറഞ്ഞുകൊണ്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുക. വല്ലാതെ ഇളക്കി ഇങ്ങനെ മറിക്കണ്ട, കാരണം നമ്മൾ മീൻ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ നല്ല കട്ടിയാവും കറി. ഒരു തേങ്ങൻ്റെ പകുതി എടുത്തിട്ടുള്ളത് കേട്ടോ തേങ്ങക്ക്. അതേപോലെ അങ്ങനെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തീ ഓഫാക്കുക. അത്ര മതി കേട്ടോ. അങ്ങനെ തിളച്ച് മറിണ്ടെങ്കിൽ കറി ഇങ്ങനെ വെള്ളം പോലെ ആവും. ആ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എനിക്ക് ആ കറി പൊതുവെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു പറയുന്നത്, ഇതേപോലെ കറി ഉണ്ടാക്കി നോക്കി നിങ്ങൾ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചട്ടിക്കന് അത്യാവശ്യം ചൂടുണ്ടല്ലോ. തൂമിക്കാൻ ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ സവാള എടുത്തിട്ടുള്ളത്. അത് നല്ലത് ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഉലുവ, കറിവേപ്പില, ഇത് മൂന്നും ഒപ്പട്ടിട്ടാണ് ഞാൻ തൂമിക്കൽ കേട്ടോ. ഫ്രൈ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം വറ്റി വരട്ടെ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കണേ. മറ്റുള്ള ഓയിലിനേക്കായും ഒക്കെ നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തൂമിക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ് നമ്മളെ കറിക്ക് ഉണ്ടാവുക. എന്താ ഈ ഉലുവയും അതേപോലെ തന്നെ ആ ചെറിയ ഉള്ളി കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ബ്രൗൺ കളർ വരെ തീ കുറച്ച് വെച്ചിട്ട് ബ്രൗൺ കളറാക്കി ഇരിക്കുക കേട്ടോ. അപ്പോൾ ആ ഉലുവൊക്കെ പൊട്ടി നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ടാവും നമ്മളെ കറിക്ക് കേട്ടോ. ഒഴിച്ച് കൊടുത്താൽ കണ്ട അപ്പോൾ ഒഴിച്ച് വന്നിട്ടുണ്ട്. നമ്മളെ കറിക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല അടിപൊളി മീൻ കറിയാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കി. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കമൻ്റ് എല്ലാവരും അറിയിക്കും. കറി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. പല മോഡൽ കറി ഉണ്ടാക്കും, ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.